ആരോപണം. മറ്റൊന്നരുൺ നോക്കൂ, ഇവിടെ ഈ കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരെന്താ പറഞ്ഞത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന്, MLA സ്ഥാനം രാജിവെക്കണമെന്ന്. അവരുടെ ആരുടെയെങ്കിലും വാക്കിന് ഈ KPCC നേതൃത്വമോ കോൺഗ്രസോ VD സതീശനോ സണ്ണി ജോസഫോ ആരെങ്കിലും ഒരല്പമെങ്കിലും മര്യാദ കൊടുത്തിട്ടുണ്ടോ? ഇവര് താര, ടോജോ, അലക്സ്, എനിക്കറിയില്ല അവരുടെ കോൺഗ്രസിൽ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയില്ല. അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അരുണിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ ഉത്തരവാദിത്തം എനിക്കറിയില്ല. അതുപോലെ ശ്രീമതി ഉമാ തോമസ് എൻ്റെ മണ്ഡലത്തിന്റെ MLA ആണ്. ആ ഉമാ തോമസിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എത്രയാണ്? സൈബർ അറ്റാക്കുകൾ. ബിന്ദു കൃഷ്ണ എന്താണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. ഏതെങ്കിലും വനിതാ നേതാവ് കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം തൽക്കാലം സസ്പെൻഷനിൽ നിന്നാ മതി, പിന്നീട് നോക്കാമെന്ന് പറഞ്ഞോ? അപ്പോൾ സ്ത്രീകളുടെ എല്ലാം വികാരം എന്താണ്? അവരൊന്നിച്ചു പറയുന്നത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാണ്. പിന്നെ മറ്റൊരു ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തെ ആർക്കു വേണ്ടിയിട്ടാണ് MLA ആയിട്ട് ഇവിടെ സ്ഥിരപ്രതിഷ്ഠ കൊടുത്തിട്ടുള്ളത്? ഇവിടെ കോൺഗ്രസിന് വേണ്ടാത്ത ഒരു നേതാവായില്ലേ? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരു നേതാവായി വലിച്ചിഴക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ തള്ളിപ്പറയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജനങ്ങൾക്ക് സ്വീകാര്യനാണെന്ന് ആരാ പറയുന്നത്? കോൺഗ്രസ്സുകാരോ? ഈ കോൺഗ്രസ് ഭയക്കുന്നത് എവിടെയാണ്? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും കയ്യിൽ ഈ നേതാക്കന്മാർക്കൊക്കെ എതിരെയുള്ള എന്തെങ്കിലുമൊക്കെ ആപത്കരമായ അസ്ത്രങ്ങൾ ഉണ്ടാകും അരുൺകുമാർ. അത് ഭയന്നിട്ടാണ് അവർ ഈ ഒത്തുതീർപ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ ചോദ്യം ടി പി സിന്ധുമോൾ, സെൻട്രൽ പാർലമെന്ററി ബോർഡിൽ ഇരിക്കുന്ന ഒരു അംഗമല്ലേ നമ്മുടെ BS യെദ്യൂരപ്പ? ആ BS യെദ്യൂരപ്പയ്ക്ക് നേരെയല്ലേ പോക്സോ കേസ് അടക്കമുള്ള ചാർജുകൾ ഉള്ളത്? പാർട്ടിയിൽ നിന്ന് നീക്കിയോ? നിങ്ങൾ പാർട്ടിയിൽ നിന്ന് നീക്കിയില്ലെന്ന് മാത്രമല്ല, സെൻട്രൽ പാർലമെന്ററി ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടുവച്ചു. കേസ് വന്നോട്ടെ. 11 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ സഹായം ചോദിച്ചു വന്ന പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണല്ലോ. 11 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ പറയാമെന്ന പെൺകുട്ടി എന്നാണ്. ആയിക്കോട്ടെ, അതിന്റെ കാര്യങ്ങള് ഞാൻ വേറൊരിടത്ത് പറയാം. പ്രണയത്തിലായിരുന്ന ഒരു കുട്ടി ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും മറ്റു പെൺകുട്ടികൾക്ക് അദ്ദേഹം അനുചിതമായ മെസ്സേജുകൾ അയക്കുന്നതും ഒക്കെയാണ് വിഷയം. ഇവിടെ പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയത്തിൽപ്പെട്ട ഒരു നേതാവിനെ നിങ്ങൾ സെൻട്രൽ പാർലമെന്ററി ബോർഡിലേക്ക് തീരുമാനിച്ചിരിക്കുക യെദ്യൂരപ്പ. ആ സമയത്ത് അദ്ദേഹം നേരിടേണ്ട കാര്യങ്ങളെല്ലാം പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ നേരിട്ടു. അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ ആ കേസ് കൃത്യമായിട്ട് കോടതിയിലേക്ക് അല്ല, അവിടെയാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അരുൺ. ഇവിടെ ആ കോടതിയിലേക്ക് പോലും കേസെത്തിക്കാതെ ഇരയെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞ്, എന്തുകൊണ്ടാണ് ആദ്യ സമയത്ത് നമ്മൾ കേട്ടല്ലോ ഈ കുട്ടിയെ സംബന്ധിച്ച് വെളിയിൽ വന്ന വാർത്ത എന്താ? പലരും ഇടപെട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ. അതിന് പുറകെയാണല്ലോ മറ്റു പലരും പരാതികളുമായിട്ട് രംഗത്ത് വന്നത്. ഒരു ആരോപണമല്ല അരുൺ, അത് ശരിയാണ്. ഒന്നിലധികം ആരോപണങ്ങളുണ്ട്, ഗുരുതരമായ ആരോപണങ്ങളുണ്ട് എന്ന് ടി പി സിന്ധുമോൾ പറഞ്ഞത് ശരിയാണ്. മറുപടി നിസ്സാമാണ് പറയേണ്ടത്. അങ്ങ് അവസാനിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഷാൻബിയിലേക്ക് പോകണം. ടി പി സിന്ധുമോൾ, ഞാൻ പറഞ്ഞു നിർത്താം അരുൺ. പല ആരോപണങ്ങൾ വന്നിട്ടും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് ഇതാണ്. ഒന്ന്, CPM-ന്, ആഭ്യന്തര വകുപ്പിന്, പോലീസിന് പബ്ലിക് ഡൊമൈനിൽ വന്ന ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു FIR ഇടാൻ സാധിക്കുന്നില്ല എന്നുള്ള എൻ്റെ ചോദ്യം അഡ്വക്കേറ്റ് അരുൺകുമാറിനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടുമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് സന്ധികൾ, കാരണം ഇന്ത്യ സഖ്യത്തിലാണ് രണ്ടുപേരും, അതെന്തെങ്കിലും ഉണ്ടോ? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ്സുകാർക്ക് വേണ്ടെങ്കിൽ പാലക്കാട്ടുകാർക്ക് വേണമെന്ന് ആരാണ് പറഞ്ഞത്? സണ്ണി ജോസഫ് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കുമോ? ആർക്കും വേണ്ട. 3, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പൊട്ടിപ്പാളീസാകുമെന്നറിയാം MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ തന്ത്രപരമായി അവർ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ ഒളിച്ചും പാത്തും കൊണ്ടുപോകാൻ നോക്കിയ. അതിനിടയിൽ ഒരു യുവാവാണ്, യുവകോമളനാണ്, യുവ MLA ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പതുക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ അകത്തുനിന്നും വേണ്ടെന്ന് പറഞ്ഞവരും പുറത്തുനിന്നും വേണ്ടെന്ന് പറഞ്ഞവരും ഒരുപോലെ പറയുന്നു. ഒരു MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് നിന്നല്ല, ഇവിടെ പറയുന്നത് പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കില്ലെന്നാ. കേരളത്തിൽ എങ്ങും മത്സരിപ്പിക്കില്ല എന്ന് പറയണം കോൺഗ്രസ്.
അടുത്ത ടൈമിൽ കേരളത്തിലെങ്ങും ഇത് തെളിഞ്ഞ് സംശുദ്ധമായ കൈകളുമായി രാഹുൽ വരുന്നത് വരെ പാലക്കാട് എന്നല്ല ഇവിടെ 140 നിയോജക മണ്ഡലങ്ങളിലെങ്ങും രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കില്ല എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? പക്ഷെ അത് പറയാനുള്ള ഒരു ധാർമ്മികത ബി ജെ പിക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. നേരത്തെ കൈസർഗഞ്ചില് ബ്രിജ്ഭൂഷന്റെ കാര്യം പറഞ്ഞു ടി.പി. സിന്ധുമോൾ. അവിടെ ബ്രിജ്ഭൂഷൺ സിംഗിനെ മത്സരിപ്പിച്ചില്ല, ശരിയാണ്. പക്ഷെ അവിടെ മത്സരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൻ കരൺഭൂഷൺ യാദവിനെയാണ്. കരൺഭൂഷൺ യാദവിനെയാണ്, മകനെയാണ് മത്സരിപ്പിച്ചത്. മകൻ ഈ കേസിൽ മകൻ പീഡന കേസിലുണ്ടോ? അല്ല, പീഡന കേസിലുണ്ടോ? അച്ഛനകത്ത് പോകുന്ന പറഞ്ഞപ്പോൾ മകനെ മത്സരിപ്പിച്ചു, അത്രേ ഉള്ളൂ. സഹോദരങ്ങളെ കൊണ്ടുവന്നോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ലെന്ന്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ നമ്മുടെ അറിവിൽ മക്കളില്ലാത്തത് കൊണ്ട് അതിന് സാധ്യതയില്ല. ഞങ്ങൾ ആ MLA-ക്കെതിരാണ് പറയുന്നത്. ശരി, ഞങ്ങളിത് MLA-ക്കെതിരെ, ആ വ്യക്തിക്കെതിരെയാണ്. ആ വ്യക്തി നൈതികമായി കാണിക്കേണ്ട ധാർമ്മികത ഒരു അച്ചടക്കമില്ല, സദാചാരമില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതവിടെ കിടക്കുന്നു. താങ്ക് യു. Debate with Dr. Arun Kumar.